വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. നമ്മൾ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മൾ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിൽ പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള നമ്മുടെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ആയാലും കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും ഉള്ള എല്ലാ സോഫ്റ്റ്വെയറും ഡെയിലി ബേസിസിൽ ഇതിനകത്ത് അപ്ഡേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേഷൻസ് കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ സർവീസ് ചെയ്യുന്നതെങ്കിൽ ആ സർവീസ് പ്രോപ്പറായിരിക്കും. അല്ലാത്ത പക്ഷം അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്ററിൽ ഇപ്പം കുറച്ച് ദിവസങ്ങളായി നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ 4 മണി 5 മണിക്ക് ശേഷം ഞാൻ അവരോട് വരാൻ പറയുകയും അവരുടെ ഈ മറ്റുള്ള സെൻറ്ററുകളിൽ പാഷ്യ പോലെയും ഒരുപാട് സെൻറ്ററുകളിൽ നിന്നും ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അവരുടെ ആപ്ലിക്കേഷനുകളിൽ മിസ്റ്റേക്കുകൾ ധാരാളം വരുന്നു. തിരിച്ച് ആ സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവർ കൈ ഒഴിഞ്ഞതിന് ശേഷമാണ് അവർ വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2-3 ദിവസം ആയിക്കൊണ്ട് നമുക്ക് ഇവിടെ സെൻറ്ററിൽ നിന്ന് ഇറങ്ങാൻ തന്നെ സമയം കിട്ടുന്നില്ല. ഒരു 5 മണിക്ക് ശേഷം ഏകദേശം ഒരു 8 മണി വരെ ഇത് തന്നെയാണ് പരിപാടി. ഇവർക്ക് സമയം കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ലൈസൻസിൻ്റെ ഒരു ഇഷ്യൂ സ്മാർട്ടിൽ വേറൊരു അക്ഷയ സെൻറ്ററിലാണെന്ന് തോന്നുന്നു എന്തോ ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ഇവർക്ക് ട്രെയിനിങ് കിട്ടിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അവർ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈസൻസ് കമൻസ് ചെയ്ത ഡേറ്റും ലൈസൻസിൻ്റെ വാലിഡിറ്റി ഡേറ്റും രണ്ടും ഒന്ന് കൊടുത്ത് സബ്മിറ്റ് ചെയ്തേക്കും. അപ്പോൾ ഇവർക്കും അതെന്താണെന്നുള്ള കാര്യം മനസ്സിലായില്ല. അപ്പോൾ ഇത് കസ്റ്റമർ കൊണ്ടുവന്ന് പഞ്ചായത്തിൽ കൊടുക്കുകയും 3 മാസത്തോളമായിട്ട് ലൈസൻസ് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് കിട്ടാൻ പറ്റത്തില്ല, നിങ്ങൾ ഇനി 2ാമത് ഫീസ് അടച്ച് ഒന്നുകൂടെ ചെയ്യണം. അങ്ങനെ സാഹചര്യത്തിലാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ കസ്റ്റമർ നമ്മുടെ അടുത്ത് വരികയും അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യമാണിത്. കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ലൈസൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തൊരു ഓപ്ഷനുണ്ട്. നമ്മൾ ആ കമൻസ്മെൻറ്റ് തീയതി കൊടുക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൽ അറിയാതെ ടിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡേറ്റ് തമ്മിൽ ഒരുപോലെ വരും. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകൾ പിന്നെ അവർക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ അടച്ച പൈസയും പോവും, പിന്നെ 2ാമത് നമ്മൾ ചെയ്യുകയും വേണം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഒരുപാട് പൈസ പോകുമെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനത് നേരെ തിരുവനന്തപുരം ഈ പറഞ്ഞ ഇതിൻ്റെ ഹെൽപ്പ് ലൈനിൽ വിളിക്കുകയും പിന്നെ അവരുടെ സഹായം എടുക്കുകയും പിന്നെ അവർ പഞ്ചായത്തുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ പകുതി പൈസ അടച്ചാൽ മതി എന്നുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്ത് റെഡിയാക്കി. അപ്പോൾ അതിനകത്ത് ഇഷ്യൂ ഞാനത് ചെയ്ത സമയത്ത് ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങളെ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് ഓൺലൈൻ സെൻറ്റർ ആയിക്കോട്ടെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള നോളജ് പ്രോപ്പറായിട്ടുണ്ടോ, ട്രെയിനിങ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. അതിപ്പോൾ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം ചില കേസുകളിൽ ഈ പറഞ്ഞതുപോലെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചില സെൻറ്ററിൽ പറയത്തില്ല. അപ്പോൾ അത് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും അതിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങളെന്നുള്ളത്. ഇപ്പം ഡെയിലി, അതായത് ഇപ്പം നമ്മൾ പഴയ ഇപ്പോൾ ഒരു 2015-14 കാലഘട്ടം പോലെ അല്ല ഇപ്പോൾ 2025 ഇപ്പോൾ AI ഓട്ടോമേറ്റഡ് സംവിധാനം വന്നതോടുകൂടി എല്ലാത്തിലും കൃത്യമായിട്ട് അപ്ഡേഷൻ ഡെയിലി ബേസിസിൽ സൈറ്റിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വാഹൻ സൈറ്റിലാണെങ്കിലും കഴിഞ്ഞ ദിവസം ഞാനിവിടെ ചെയ്തപ്പോൾ കണ്ട ഒരുപാട് ചെറിയ മൈന്യൂട്ട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ സർവീസ് വരുന്ന ഉടനെ പ്രത്യേകം ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സർവീസ് വന്നു. നമ്മളിപ്പോൾ ഒരു മസ്റ്ററിങ് ഇപ്പോൾ നടക്കുന്നു. ഈ മസ്റ്ററിങ്ങിൻ്റെ സമയം നമുക്ക് ഓഗസ്റ്റ് വരെ സമയമുണ്ട്. ഈ ആളുകളെല്ലാം ആദ്യമേ തള്ളിക്കയറി ചെന്ന് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ഈ സോഫ്റ്റ്വെയർ സംബന്ധമായ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും 2ാമത് ചെയ്യേണ്ടി വരും. അതുപോലെയാണ് ഓരോ സർവീസുകളും. അപ്പോൾ ഈ പറഞ്ഞ ഈ ലൈസൻസിൻ്റെ സ്മാർട്ടിൽ ഫസ്റ്റ് വന്ന സമയത്ത് നമ്മുടെ സെൻറ്ററിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ലൈസൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മളിത് പഠിച്ചിട്ടില്ല. ഇത് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്തു. പക്ഷെ അങ്ങനെ അല്ലാതെ കണ്ട് ഒത്തിരി ആൾക്കാർ പോയി ചെയ്തവർക്കൊക്കെ വിഷയങ്ങളാണ് ലൈസൻസിൽ. പിന്നെ ഇത് 2ാമത് എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വാരിച്ചൊരു പ്രോസസ്സാണ്. അത് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഇപ്പം ഒരു 6 മണിക്ക് ശേഷം നമ്മൾ 1 മണിക്കൂറൊക്കെ ഒരു കസ്റ്റമറുടെ എടുത്തിട്ടാണ് അത് ക്ലിയർ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് പുതിയത് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഇത് നമ്മൾ തെറ്റ് പറ്റി അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പം ഈ ഓൺലൈൻ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് ആ സോഫ്റ്റ്വെയർ ഒന്ന് കോൺസ്റ്റൻ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക. അതുപോലെ ഈ വാഹൻ സൈറ്റുകളിൽ ഈ പറഞ്ഞ പോലെ മിക്കവാറും സമയങ്ങളിൽ സൈറ്റ് മെയിൻ്റനൻസ് വരും. ആ സമയത്ത് ചില ആൾക്കാർ വരും, ഇതൊന്ന് ടാക്സ് അടയ്ക്കാവോ അല്ലെങ്കിൽ ഇത് ചെയ്യാമോ.
അപ്പോൾ അവരോട് നമ്മളൊരു 10 മിനിറ്റ് കഴിയട്ടെന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കത്തില്ല. അവർ ഉടനെ അടുത്ത സെൻറ്ററിലേക്ക് പോകുന്നു, അടയ്ക്കുന്നു, പോകുന്നു. പക്ഷേ ഈ അടയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ 7 ദിവസം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ആൾക്കാരുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരിലും ഷെയർ ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഈ ഓൺലൈൻ സർവീസ് സെൻറ്ററിൽ നമ്മളൊരു സർവീസിന് പോകുമ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ഡെയിലി അപ്ഡേഷൻസ്. ഇപ്പോൾ നമ്മുടെ സൈറ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ AI ഓട്ടോമേറ്റഡ് സംവിധാനമാണ് ഇപ്പോൾ ഒട്ടുമിക്കവാറും സൈറ്റുകളിലും എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ലതായിട്ട് ഗ്രാഹ്യമുള്ളിടത്തെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ പാസ്പോർട്ട് പോലെയുള്ള കാര്യങ്ങളും മറ്റും ചെയ്യാം. അപ്പം അത് ഈ പറഞ്ഞ പോലെ പാസ്പോർട്ടിലൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ചില കേസിൽ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും, ചില കേസിൽ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ രണ്ടാമത് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വളരെ സെൻസിറ്റീവായിട്ടും സമയമെടുത്തും ചെയ്യുന്ന സെൻറ്ററുകളിൽ പോയി നിങ്ങളത് ചെയ്യാൻ നോക്കും. ഈ പറഞ്ഞ സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യും. നോർമൽ കേസുകൾ ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ എവിടെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ വേണ്ട സർട്ടിഫിക്കറ്റ്, ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി ചെയ്യുക, കുഴപ്പമില്ല. പക്ഷേ മറ്റേ ഈ മെയിനായിട്ടുള്ള ഇപ്പോൾ പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ ഈ വാഹന സംബന്ധമായിട്ടുള്ളത്, പിന്നെ ഈ പഞ്ചായത്ത് ലൈസൻസുകൾ, പിന്നെ അങ്ങനെ ഒരുപാട് ഈ മേജറായിട്ടുള്ള സർവീസുകൾ, ആ സർവീസ് ചെയ്യുമ്പോൾ കഴിവതും നിങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന സെൻറ്ററുകളിൽ പോയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങളുടെ ടൈം വേസ്റ്റായി പിന്നെ നിങ്ങളും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകൾ ഇവിടെ വരുന്നുണ്ട് സെൻറ്ററുകളിൽ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ ഈ വിവരം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കണം. തുടർന്നും ഇതുപോലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SC ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.